അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അങ്ങനെ ഉമ്മ എന്തത് പഠിച്ചോനെ, ആരാന്ന് പറയേ, ഞാൻ തൊട്ടാക്കട്ടെ. അനസ് ചിരിച്ചുട്ടാ. ഉമ്മ വളകളെല്ലാം തൊട്ട് ഉമ്മ പറയാ, ഇത് സൽമാണല്ലോ. അതോളെന്നെ ചെന്ന് പോയാ. ഉമ്മ കൈ തട്ടിട്ടോ, ചെന്ന് പോയാ. താത്ത താത്ത ആടി, എനിക്കെൻ്റെ വളയും എൻ്റെ കൈയും തൊട്ടാൽ മനസ്സിലായിരുന്നു കേട്ടോ. എന്താ വിചാരിച്ച്, നമ്മളൊക്കെ ഏട്ടത്തി അനിയത്തിമാരും അനിയത്തിക്കുട്ടിയായി. എൻ്റെ അനിയത്തിക്കുട്ടി അല്ലടി, എനിക്കെന്നെ തൊട്ടാൽ മനസ്സിലാവില്ലേ. താത്ത എന്താ എന്നെ വർത്താനം? പറസുമോളെ, എന്താടി വർത്താനമൊക്കെ? നല്ലതന്നെ എളാമ്മ, ഇങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ. എളാമ്മ, നിങ്ങൾക്കൊരു പണി എടുത്തില്ലേ വന്ന പാടന്നെ. എടി മോളെ, അത് ഞാൻ വെറുതെ ഉമ്മനെ എപ്പോഴും പറ്റിക്കൂട്ടോ. എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടേ വരുമ്പോഴും ഞങ്ങൾ തറവാട്ടിലൊത്തു കൂടുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെ. മോളെ, ഇത്തിരി കടന്നാലും സാരമില്ല കേട്ടോ, ഇതെല്ലാം ശരിയാവട്ടെടി എൻ്റെത്. ആയിഷുമ്മ, എടി മക്കളെ വിളിക്കലുണ്ടോ? ഓ വിളിച്ചിനി, ഇനി ഓണത്തിൻ്റെ അവധിക്ക് അവർ വീട്ടിൽ വരും. അങ്ങനെ ഉമ്മ ചായയും പലഹാരവും എല്ലാം കൊടുത്തു. അവർ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ആസിഫിൻ്റെ വീട്ടിൽ. ആസിഫ് ജോലിക്ക് പോയാൽ മറിയ കാവൽക്കാരി. ഇനി ആസിഫിൻ്റെ മക്കളും ആസിഫും വീട്ടിലുള്ളപ്പോഴോ മറിയ നല്ലൊരു വീട്ടുകാരിയായി മാറി. ആകപ്പാടെ ഒരു വീടും പരിസരവും ഒക്കെ ആകപ്പാടെ ഒരു ചിട്ടയിലേക്ക് വന്നു. മറിയ വീടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. വീടും പരിസരവും എല്ലാം ഇപ്പോൾ അടുക്കും ചിട്ടയുമായി. ആസിഫിനെ പറ്റി ആലോചിക്കുകയാണ് മറിയം. പഠിച്ചോനെ, എന്ത് നല്ലൊരു പെരുമാറ്റം റബ്ബേ. എന്നോടൊരു പരുക്കൻ വാക്കുപോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. നീ കണ്ടിട്ടില്ല അങ്ങനത്തെ മനുഷ്യന്മാരെ. ഒരു വേലക്കാരി എന്ന നിലയിൽ ഇതുവരെ എന്നോട് പെരുമാറിയിട്ടില്ല. ഞാൻ ഇത്ര സൗന്ദര്യവതിയായിട്ട് പോലും തെറ്റായ ഒരു നോട്ടവും തെറ്റായ ഒരു സംസാരം പോലും ഞാൻ കണ്ടിട്ടില്ല റബ്ബേ. ഇങ്ങനത്തെ മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ടോ എൻ്റെ റബ്ബേ? അൽഹംദുലില്ലാ. എനിക്ക് പോലും ചില സമയത്ത് ചില ലോലമായ ചിന്തകൾ വന്നു പോയിട്ടുണ്ട്. എന്നാലും എന്നോട് എത്ര സൂക്ഷ്മതയോടെയാണ് ആസിഫ് പെരുമാറുന്നതെന്ന് പഠിച്ചോനെ എനിക്കറിയാലോ. അൽഹംദുലില്ലാ. അതേസമയം ആസിഫിൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അയാളുടെ മനസ്സിൽ മറിയായിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. മറിയം, ഇവൾ വെറും ഒരു ജോലിക്കാരിയല്ല. അവളെ മക്കളെ നോക്കുന്നതും ഈ കുടുംബത്തിൽ മൊത്തം കാര്യം അവൾ പുലർത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല അവൾ. എന്നാലേ എത്ര സുന്ദരിയാണ് റബ്ബേ. അവൾക്ക് എല്ലാത്തിനും ഒരു അവസരമുണ്ടായിട്ടും അല്ലാത്തതൊന്നും അവളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആശയും കൊതിയും നിറയുന്ന യുവതിയായിട്ടും അവൾ വളരെ ശ്രദ്ധിച്ചിട്ടോ പെരുമാറിയതെല്ലാം. അവളുടെ ഈ മധുരമായ പെരുമാറ്റം ആസിഫിന് അവളിൽ ഇഷ്ടവും ബഹുമാനവും ഇരട്ടിച്ചു. ആസിഫ് ഉമ്മ പറഞ്ഞ വാക്ക് അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നീ അവളെ അങ്ങ് കെട്ടിക്കോ, ഒരു തുണയാവില്ലടാ നിനക്ക്. അവൾ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നുണ്ടോ? ഇവൾ ഇവിടെ ജോലിക്കാരിയായി എന്നതിലപ്പുറം അടുപ്പം കടന്നു വരുന്നുണ്ടോ? വേണ്ട, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട ആസിഫിൻ്റെ മനസ്സിൽ. എടി ആയിഷുമ്മത്താത്താൻ്റെ മോളെ, സുന്ദരി തെന്നടി മോളെ. പെട്ടെന്ന് ആസിഫിന് മനസ്സിലൊരു പാട്ട് വന്നു. ആസിഫ് മനസ്സിനെ പിടിച്ചു നിർത്തി. അങ്ങനെ ആസിഫിൻ്റെ ഫ്രണ്ട് ഹാരിസ് വന്നിട്ടോ ബെല്ലടിച്ചു. ഹാരിസ്, ഇങ്ങോട്ട് കയറ്. ആടാ, വെറുതെ അങ്ങ് ഇരുന്നപ്പോൾ വന്നതാ. എന്താടാ നിൻ്റെ വേലക്കാരി എങ്ങനെയുണ്ട്? ഹേ, അങ്ങനെ പറയല്ലടാ, എൻ്റെ ഒരു വീട്ടുകാരിയായി അവൾ. ആസിഫ്, എന്ത് പഠിച്ചോനെ? ഇല്ലടാ, ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെയൊന്നും. നീയാണെങ്കിലും ഇതൊക്കെയല്ലേ ചിന്തിക്കുക. ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയതാടാ. എനിക്ക് മനസ്സിലായി.
നീ അബദ്ധമൊന്നും കാണിക്കരുത്, എൻ്റെ പടച്ചോനെ കാക്കണേ റബ്ബേ. ആസിഫ് ദുആ ചെയ്തു. പിന്നെ നാട്ടിൽ ഫർസുമോളുടെ ഉമ്മ ഹാജറയും ഉപ്പയും എടി ഇജ് ഓൾക്കൊന്ന് വിളിച്ചു നോക്കിയാ. ആ ഇക്ക ഇജ് ഇവിടെ എവിടെടി? ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ വരാം. എടി നമ്മൾ പോയി അന്ന് പോന്നതല്ലടി, എന്താ എൻ്റെ കുട്ടീൻ്റെ വർത്താനൊന്നും അറിയൂല. നിങ്ങളല്ലേ മനുഷ്യ, കേൾക്കാനും ഓളതും കാണാനും ഇനി ഓളെ വർത്താനം കേൾക്കാനൊരു പൂതിയാടി. നിങ്ങളൊരു പൂതി, നിങ്ങളല്ലേ മനുഷ്യ ഇന്നലെ ആട് പോയി വന്നത്. എടി എന്നാലും ഓളൊന്ന് അവിടെ നിന്ന് കിടന്നോട്ടെ മനുഷ്യ സമാധാനത്തോടെ. വൈകുന്നേരം വിളിക്കാട്ടോ ഇക്ക, എൻ്റെ മുത്തല്ലേ നിങ്ങൾ, ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കൂലേ? പിന്നെ എടീച്ച് പറഞ്ഞ നമ്മൾ കേൾക്കാതൊക്കോ. നമുക്ക് വൈകുന്നേരം വിളിക്കാട്ടോ. ആയിക്കോട്ടെ, നിങ്ങളിങ്ങനെ മനസ്സ് എടുങ്ങാറാകണ്ട കേട്ടോ വെറുതെ. ആടി അവളവിടെ ശരിക്കും നിന്നോട്ടെ. ആടി അതൊന്നും എന്നെ ആഗ്രഹമോളം അവിടെ ശരിക്കും നിന്നോട്ടെ. നമുക്ക് മാതാപിതാക്കൾക്ക് അതന്നെയല്ലേ നമ്മളെ ആഗ്രഹവും. അവർ നല്ല രീതിയിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക, മക്കളെയും ഉമ്മയെയും എല്ലാം കുടുംബം പുലർത്തി നല്ല രീതിയിൽ നിൽക്കുക, നല്ല സ്നേഹത്തിൽ നിൽക്കുക, നല്ലൊരു കുട്ടിയാകുക എന്നൊക്കെ തന്നെ നമുക്കും ആഗ്രഹം. എന്നാലും എനിക്ക് കാണാനൊരു പൂതിയാണ്, കേൾക്കാനും കാണാനും ഒക്കെ. ആയിക്കോട്ടെ, നമുക്ക് വിളിക്കാം, പോവുകയൊക്കെ ചെയ്യാമല്ലോ നമുക്ക് അങ്ങോട്ടും. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.